ഇപ്പൊ ഒരു ജോലി തന്ന് സഹായിച്ചത് നന്ദനയല്ല, മറിച്ച് അവരുടെ ഹസ്ബൻഡ് ഉദയവർമ്മയാ. അത് നന്ദനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പ്രസ്താവിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എനിക്ക് മാനേജർ ഉദ്യോഗം തന്നത് ഉദയേട്ടനാണ്. ആ മനുഷ്യനാണ് എൻ്റെ ദൈവം. പക്ഷേ ആ ദൈവത്തിനൊരു കുഴപ്പമുണ്ട് മനീഷ്. പ്രസാദിക്കുന്നതും കോപിക്കുന്നതും വളരെ പെട്ടെന്നാ. ചെറിയൊരു അനിഷ്ടം തോന്നിയാ മതി, ഉദയൻ സാറ് മനീഷിന് ആ നിമിഷം പിരിച്ചുവിടും. അപ്പോ നന്ദന അനിയനെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? നന്ദന സഹായിക്കുന്നു തോന്നാനും മാത്രം വിഡ്ഢിയല്ല മനീഷ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ അതുവരെയുള്ള ശമ്പള കുടിശ്ശികയും വാങ്ങി പിരിഞ്ഞു പോകേണ്ടി വരും. കുന്നത്തൂര് നിന്ന് വെറും കൈയോടെ വീട്ടിൽ ചെന്ന് കയറുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴേ വിലയില്ല. ജോലി നഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് ചെന്നാ നിർത്ത്, മതി പറഞ്ഞത്. ഓർത്തിട്ട് സഹിക്കുന്നില്ല അല്ലേ? അതുകൊണ്ട് മനീഷ് ചെയ്യേണ്ട എന്താന്ന് വെച്ചാ കിട്ടിയ അവസരം ഉപയോഗിക്കുക. അഥവാ ഇറങ്ങി പോകേണ്ടി വന്നാലും വെറും കൈയോടെ ആയിരിക്കരുത് പോക്ക്. കയ്യില് കനം വേണം. ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്ന പ്രസ്ഥാനമാണ്. ചെറിയ ചെറിയ ചോർച്ചകള് ആരും കണ്ടുപിടിക്കില്ല. സഹായിക്കാൻ അക്കൗണ്ടന്റ് കൂടെ നിൽക്കല്ലേ? മനീഷ് എന്താ ആലോചിക്കുന്നത്? നിങ്ങൾക്ക് നന്ദനയോടാണോ അതോ ഉദയേട്ടനോടാണോ ശത്രുത? അതോ കുന്നത്തൂർ തറവാടിനോടുള്ള എന്തോ വൈരാഗ്യാണോ? അല്ലെങ്കിൽ ഒരു മുൻപരിചയമില്ലാത്ത എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. കാട് കയറി ചിന്തിക്കാതെ. എനിക്കാരുടെ ശത്രുതയൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരൻ അവഗണിക്കപ്പെടുക എന്നറിഞ്ഞപ്പോ അത് ശരിയല്ല. ഒരു മുന്നറിയിപ്പ് തരണമെന്ന് തോന്നി. മനീഷിന്റെ നന്മയാണ് ബാബുജി ഉദ്ദേശിച്ചത്. ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ വിട്ടുകളാ, ഞങ്ങൾ അത് മറന്നു. അതെ, മറക്കാൻ വരട്ടെ. ബാബുജിയെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. വൈകിപ്പോയി, ഒരുപാട് വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കണം. ആ കൈ തന്നെ, കൈതാ. കൺഗ്രാജുലേഷൻസ് കാർത്തികേ, കൺഗ്രാജുലേഷൻസ്. നന്ദനയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നാലും ആ സൂപ്രണ്ടിനെ കാർത്തിക് ഒറ്റയ്ക്ക് പോയി തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞല്ലോ. കാർത്തികയ്ക്ക് ഇതൊക്കെ ഈസിയാന്നേ. ശോഭ എന്ന കള്ളപ്പേരില് ഡോക്ടർ സന്ധ്യയ്ക്ക് ഒരു പണി കൊടുത്തതല്ലേ. ഞാൻ പോയെന്നേ ഉള്ളൂ. അതിനുള്ള ഐഡിയ പറഞ്ഞു തന്നത് പ്രതിഭയെ. ചുറ്റിക്കളിയില് ഒട്ടും മോശമല്ല പ്രതിഭ. അണിയറയിൽ നിൽക്കാന്നല്ലാതെ മുമ്പിൽ കയറിന്ന് അഭിനയിക്കാനൊന്നും എനിക്ക് വശമില്ല. ഉള്ള കാര്യം പറയണോലോ. അല്ല, നന്ദന ദത്തെടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന കുട്ടിയെ കാർത്തിക് കണ്ടായിരുന്നു? കണ്ടു. ഒന്നാം തരം ഒരു കൊച്ച്. അതിവിടെ വന്നിരുന്നെങ്കിൽ കാണായിരുന്നു പൂരം. മുഴുവൻ പേരും പുറത്തായേനെ. ഈ ചെറുപ്രായത്തിൽ അത്രയ്ക്കാ സാമർത്ഥ്യം. സത്യസ്ഥിതി അറിയാൻ വേണ്ടി ഉദയേട്ടൻ വീണ്ടും ആ സൂപ്രണ്ടിനെ പോയി കാണുവോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെ ചുമ്മാ പിന്മാറുന്ന സ്വഭാവക്കാരനല്ല. പോയാലും പ്രശ്നമില്ല. അത്രയ്ക്ക് സ്ട്രോങ് ഡോസിലാ
ഞാൻ ഉദയേട്ടനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നന്ദനെ കുറിച്ചാണെങ്കിൽ പറഞ്ഞത് കൂടിപ്പോയോന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. പിന്നെ ആ CI സജികുമാർ എങ്ങനെ ഇടപെട്ടാലോ? ആ വഴിയും ഞാൻ അടച്ചിട്ടുണ്ട്. ഉദയേട്ടന് ഉന്നത തലങ്ങളിൽ പിടിപാടുണ്ടെന്നും വലിയ വലിയ പോലീസുകാർ വിളിക്കുമെന്നും ഞാൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സൂപ്രണ്ടിന്. ആര് റെക്കമെൻഡ് ചെയ്താലും ഇനി ഏക്കില്ല രഘുവേട്ട. ഓ, സമ്മതിച്ചിരിക്കുന്നു കാർത്തികേ. വേറൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ ഒരു ശ്രമം പാളിയെന്ന് വെച്ച് അവര് വീണ്ടും ശ്രമിക്കാതിരിക്കോ? അത് ശരിയാണല്ലോ. അതൊന്നും സാരമില്ലെന്നേ. അപ്പോഴും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയും കാർത്തികയുടെ കയ്യിലുണ്ടല്ലോ. മുൻകൂട്ടി അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് തടയാൻ പറ്റൂ. എവിടുന്നെങ്കിലും ഒരു കൊച്ചിനെയും കൊണ്ട് ഓർക്കാപ്പുറത്ത് അവര് കേറി വന്നാലോ? അത് ഓർക്കുമ്പോഴൊരു ടെൻഷൻ. അങ്ങനെയൊന്നും ഒരു കുട്ടിയെ എടിപിടിന്ന് ദത്തെടുക്കാൻ പറ്റില്ല കാർത്തികേ. അതിൻ്റെതായ ചിട്ടവട്ടങ്ങളില്ലേ? അതിനുള്ള ഏർപ്പാടുകള് രഹസ്യമായി ചെയ്തൂടെ? അങ്ങനെ സംഭവിച്ച ആ കുട്ടിയെ തട്ടിക്കളയാന്നൊരു ഐഡിയ കാർത്തിക മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജയിലിൽ പോകാനാണോന്ന് രഘുവേട്ടൻ ചോദിച്ചത് പ്രതിഭ മറന്നുപോയോ? ഒരു ഐഡിയ ഉണ്ട്. അവര് ദത്തെടുത്തോട്ടെ. രഘുവേട്ടാ, അത് നമ്മുടെ കെയർ ഓഫിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ. കെയർ ഓഫ് എന്ന് വെച്ചാ നമ്മൾ കണ്ടുപിടിച്ച് ഏർപ്പാടാക്കുന്ന ഒരു കുട്ടി. എല്ലാം സംഘടിപ്പിച്ചു വെച്ചിട്ട് നമ്മൾ തന്നെ ഉദയനെ വിവരം അറിയിക്കുന്നു. അവർ അഡോപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്താ? ആ കൊച്ച് ഇവിടുത്തെ സ്വത്തിന്റെ അവകാശിയാവും. അത് കണ്ട് നമ്മൾ സന്തോഷിക്കണം എന്നാണോ? ആ സ്വത്ത് കൈവന്ന് ചേർന്നാ സന്തോഷിക്കാമോ? അങ്ങനെ ഒരു എഗ്രിമെന്റ് ആ കുട്ടിയുടെ ആളുകളുമായി നമ്മൾ ഉണ്ടാക്കണം. ഒരു രഹസ്യധാരണ. ചുരുക്കത്തിൽ നമ്മുടെ, അതായത് കാർത്തികയുടെ ഒരു കൊച്ചു ബിനാമി ഈ വീട്ടിൽ വളരും. കിട്ടാനുള്ളത് ഭാവിയിൽ ആ കുട്ടിയുടെ കെയർ ഓഫിലൂടെ എത്തേണ്ടടുത്ത് തന്നെ എത്തും. കേട്ടിട്ട് കൊള്ളാം അല്ലേ പ്രതിഭേ? കേൾക്കാൻ കൊള്ളാം, പക്ഷേ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. രഘുവേട്ടൻ പറഞ്ഞ പോലെ ഭാവിയിലാണ് ആ കുട്ടിയിലൂടെ എല്ലാം കയ്യിൽ വന്ന് ചേരുന്നത്. ആ ഭാവി എന്നുള്ളതാണ് പ്രശ്നം. ഇങ്ങനൊരു കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്ന കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരിക്കലും നല്ല പാർട്ടികളായിരിക്കില്ല. നമ്മളെ വിറ്റുകാശാക്കാനായിരിക്കും അവര് നോക്കുക. എന്നാലും ഒരു കരാറുണ്ടാവില്ലേ? പിന്നെന്താ പ്രശ്നം? നിയമവിധേയമാണോ ആ കരാറ്? വിവരമെങ്ങാനും പുറത്തറിഞ്ഞാലേ കേസാവുന്ന ഇടപാടാണ്. ഭാവിയിൽ, അതായത് ആ കുട്ടി വളരുമ്പോ അവരെല്ലാം ഒറ്റക്കെട്ടാവും. നമ്മളെല്ലാം ഒറ്റപ്പെടുകയും ചെയ്യും. എന്റെ രഘുവേട്ടന്റെ കാര്യം പോട്ടെ, കാർത്തികയോ ദേ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കുട്ടിയെ സംഘടിപ്പിച്ചുള്ള ദത്തെടുക്കല് അബദ്ധാവൂന്ന്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യോ? അതെ, പുഴയില് വെള്ളം നിറയുന്ന പ്രതീക്ഷിച്ച് ഇപ്പോഴേ വള്ളം ഇറക്കണോ? വെള്ളം നിറയട്ടെ, അന്നേരം നമുക്ക് വള്ളത്തിന്റെ കാര്യം ആലോചിക്കാം. അല്ലെങ്കിൽ അടുത്ത അഡോപ്ഷനെ പറ്റി ആലോചിക്കട്ടെ. ന്യൂസ് ചോർത്താൻ കാർത്തിക ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്ലാൻ സജീവമാകുമ്പോ നമുക്ക് അതിനെ വെല്ലുന്ന പദ്ധതി ആലോചിക്കാം. അത് മതി അല്ലേ കാർത്തിക? എങ്ങനായാലും ഒരു ദത്തുപുത്രിയോ ദത്തുപുത്രനോ ഈ കോവിലകത്ത് വളരാൻ ഞാൻ അനുവദിക്കില്ല. അതെന്റെ തീരുമാനം. ഒരു കണക്കിന് നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് നന്നായി എതിയേട്ടാ. നന്ദന് പുറത്തു പോയിരിക്കുക. ഉദയേട്ടൻ കുളിക്കാൻ കേറി. പിന്നല്ലാതെ ഇവിടുന്ന് വലിയ ആഘോഷമായിട്ടാ ദത്തെടുപ്പിന് പോയത്. രാവിലെ ഞാൻ അമ്പലത്തിലും പോയി. ഒരു കാരണവശാലും കൊച്ചിനെ കിട്ടരുതേ എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിച്ചു. ദേവി എന്റെ പ്രാർത്ഥനയാ കേട്ടത്.
ഇനി വേറൊരു നമ്പർ ഇറക്കാൻ പോവാ ഞാൻ. ജോൽസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് തന്നെ. ജോൽസിനെ ഞാൻ നേരത്തെ കണ്ട് ഏർപ്പാടാക്കും. അതൊക്കെ ഉണ്ട്. ഓഫീസിലോ? അവിടുത്തെ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട്. പുതിയ സ്റ്റാഫോ? സ്റ്റെല്ലയുടെ കാര്യങ്ങൾ അറിയാനാണോ? മിണ്ടരുത്. അവരുടെ പേര് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലും ഞാൻ. ഫോൺ വെച്ചേ. മൊത്തം അസൂയക്കാരെ ഉദയേട്ടാ. ഓഫീസിലെ പുതിയ സ്റ്റാഫിനെ പറ്റി ഓരോരോ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നു. ആരാ വിളിച്ചത്? ഏതോ ഒരു നന്ദകുമാർ. കള്ളപ്പേരാ. സ്റ്റെല്ലയെ സൂക്ഷിക്കണം പോലും. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് ഞാൻ പറഞ്ഞു. സ്റ്റെല്ലയ്ക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് ഉദയേട്ടന് തോന്നിയിട്ടുണ്ടോ? ഓ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി ആവട്ടെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഉദയേട്ടാ, പിന്നെ എന്ത് തീരുമാനിച്ചു? ദത്തെടുക്കുന്ന കാര്യമാ ചോദിച്ചത്. അത് നേരത്തെ പറഞ്ഞല്ലേ, പിന്നെന്ത് തീരുമാനിക്കാൻ? നാട്ടില് ആ ഒരു സ്ഥാപനം മാത്രമല്ലല്ലോ, കുട്ടികളുള്ള വേറെ സ്ഥാപനങ്ങളില്ലേ? അങ്ങനെ എവിടെന്നെങ്കിലും ദത്തെടുക്കാൻ ആലോചിച്ചില്ലേ? ആലോചിച്ചതായി നന്ദന പറഞ്ഞോ? ഇല്ല. അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിലും നന്ദന എന്നോട് പറയോ? കൊള്ളാം. എന്റെ ആത്മാർത്ഥത കൊണ്ട് ഞാൻ ഉദയേട്ടനോട് ചോദിച്ചെന്നേ ഉള്ളൂ. വേറെ ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിലും നല്ലൊരു കുട്ടിയെ ദത്തെടുക്കണമെന്നാ എന്റെ അഭിപ്രായം. ഇതിലും നല്ല കുട്ടിയോ? അതിന് സാന്ത്വനത്തിൽ ഞങ്ങൾ കണ്ട കുട്ടിയെ കാർത്തികയ്ക്ക് അറിയോ? ഏയ് ഇല്ലില്ല. ഞാൻ എങ്ങനെ അറിയാനാ? എന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയില്ലല്ലോ. പിന്നെ ആ കുട്ടി നല്ലതാണെന്ന് പറഞ്ഞതോ? അല്ല, അത് 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 പിന്നെ ഊഹിക്കരുതോ നല്ല കുഞ്ഞായിരിക്കും എന്ന്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നന്ദനയോട് പറഞ്ഞാൽ എന്റെ അഭിപ്രായം ആയതുകൊണ്ട് മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ടാ ഉദയേട്ടനോട് പറയുന്നത്. എല്ലാം കൊണ്ടും ഒരു ജോൽസിനെ കാണുന്നത് നല്ലതായിരിക്കും. ജോൽസൻ എന്തിനാ കാണുന്നത്? കുഞ്ഞിനെ ദത്തെടുക്കുന്നതില് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോന്നറിയണ്ടേ? തടസ്സമുണ്ടെന്ന് നേരിട്ട് മനസ്സിലായതല്ലേ, അതിന് ജോൽസൻ പറഞ്ഞിട്ട് വേണം അറിയാൻ. അതല്ല, ഇനി ശ്രമിച്ചാ വീണ്ടും തടസ്സം ഉണ്ടാവുമോ, അതോ അഡോപ്ഷന് വേണ്ടി ശ്രമിക്കണോ? അങ്ങനെ ദത്തെടുത്താൽ തന്നെ ആ കുഞ്ഞിവിടെ വാഴുമോ? അതായത് നന്ദനയ്ക്ക് കുട്ടിയെ വളർത്താനുള്ള യോഗമുണ്ടോ? ഇതൊക്കെ അറിയണ്ടേ? നന്ദനയ്ക്ക് കുട്ടിയെ വളർത്താനുള്ള യോഗമില്ലാന്ന് കാർത്തികയ്ക്ക് സംശയമുണ്ടോ? എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. ദത്തായാലും കടമായാലും കളഞ്ഞു കിട്ടിയതാണെങ്കിലും ഇവിടെ നിങ്ങളുടേതായിട്ട് ഒരു കുട്ടി വളരണം. ജോൽസിനെ കണ്ട വിവരം അറിയാലോ. എന്നിട്ട് അടുത്ത ശ്രമം നടത്താം. ജോൽസിന്റെ നമ്പർ എടുക്കട്ടെ? ഇപ്പൊ വേണ്ട. ഭൂതവും ഭാവിയും വർത്തമാനവും എഴുതി വെച്ചതുപോലെ പറയുന്ന ജോൽസിനുണ്ട്. നടന്നതും നടക്കാൻ പോകുന്നതും കൃത്യമായിട്ട് പറയോ? ആ, എന്നാ അയാളൊന്ന് കണ്ടാലോ? കാണാം. അതാ ഞാൻ പറഞ്ഞത്. ഭാവിയെ പറ്റി അറിയാനല്ല, അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. എല്ലാം അറിയോ ഉദയേട്ടാ? വെറും 501 രൂപ ദക്ഷിണ വെച്ചാ മതി. ഞാൻ ജോൽസിന്റെ നമ്പർ എടുക്കട്ടെ? എനിക്ക് അറിയാനുള്ള എന്താണെന്ന് പറഞ്ഞില്ല. നന്ദനയും ഞാനും സാന്ത്വനത്തിൽ പോയി ഒരു കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ പിന്നെ ചെന്നപ്പോ സൂപ്രണ്ടിന്റെ മട്ടുമാറി.
ഞങ്ങൾക്ക് കുട്ടിയെ തരാൻ തയ്യാറായില്ല. ആരുടെ ഇടപെടലുണ്ടായതാണ് കാരണമെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു. എങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്? ആ രേഷ്ണി പറഞ്ഞതുകൊണ്ടാണ് സൂപ്രണ്ട് കാലുമാറിയതും കുട്ടിയെ തരാതിരുന്നത്. ജോത്സ്യനത് തീർച്ചയായും നോക്കി പറയാൻ പറ്റുമല്ലോ. പറ്റില്ലേ? പറ്റുമായിരിക്കും. എന്നാ അയാളുടെ നമ്പർ എടുത്തോളൂ. അല്ല, വിളിച്ചിട്ട് പോയി കാണാം. എല്ലാം ഒന്ന് നോക്കട്ടെ. അയ്യോ, ജോൾസന്റെ നമ്പർ ഫോണിൽ നിന്ന് പോയല്ലോ. എങ്ങനെ ഡിലീറ്റ് ആയി? അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോ ഇങ്ങനെ. ഇപ്പൊ നമ്പർ ഇല്ലെന്നാണോ? ഉണ്ടായിരുന്നു, എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി. സാരമില്ല, സാവകാശം നോക്കിയെടുത്ത് തന്നാ മതിയാവും. എന്തായാലും അയാളുടെ നമ്പർ വേണം. വിവരങ്ങൾ അറിയണം തീരുമാനിച്ച നിലയ്ക്ക് ഇനി അതിന് മാറ്റമില്ല. എന്റെ പേര് അച്യുതക്കുറുപ്പ്. അറിയാവുന്നവർ എന്നെ അച്യുതൻ എന്ന് വിളിക്കും. ചെമ്പിരിക്കലെ രേണുകയുടെ ആങ്ങളയാ. എന്റെ പേര് ഹരിപ്രസാദ്. എന്നെ അറിയാവുന്നവര് ഹരിന്ന് വിളിക്കും. ചെമ്പിരിക്കലെ രേണുക എന്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞ അച്യുതക്കുറുപ്പ് എന്റെ അമ്മാവനുമാണ്. നിങ്ങൾ രണ്ടുപേരും ഇതെന്ത് ഭാവിച്ച? സുപ്രിയ അധികം വർത്തമാനം പറയണമെന്നില്ല. ചെമ്പിരിക്കലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ട തപ്പി തടയാതെ പറഞ്ഞു തരാൻ കുട്ടിക്ക് പറ്റുമോ? ഇല്ല. അതെ, ഇതിനാണ് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത്. മത്തായിക്ക് ചേർന്ന മറിയ എന്നും പറയാം. ഹരിപ്രസാദ് പണ്ടേ മിതഭാഷിയ. അങ്ങോട്ട് ചോദിക്കുന്നതിന് മാത്രം മറുപടി. അതാ ശീലം. സുപ്രിയോ, കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. എന്തു പറ്റി? മൗനരോഗം ബാധിച്ചോ? ജോലിയായി ബന്ധപ്പെട്ട് ഹരിക്കൊരു തിരക്ക്. വേണ്ട വേണ്ട വേണ്ട. മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നില്ല. പിന്നെ ജോലി തിരക്ക്. ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭരണഭാരം മുഴുവൻ ഇയാളുടെ തോളിലല്ലേ കിടക്കുന്നത്? അല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓരോരോ മുടന്ത ന്യായങ്ങള്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്രിയയുടെ അച്ഛനും അമ്മയും വരാറുണ്ടോ? അതോ നിങ്ങൾ അങ്ങോട്ട് പോവോ? കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അല്ലെങ്കിൽ ഞാനും ഹരിയും കൂടെ അങ്ങോട്ട് ചെല്ലും. അപ്പൊ ജോലി തിരക്ക് ബാധകമല്ല. അവരെ കാണാൻ സമയമുണ്ട്. അയ്യോ, അങ്ങനെയല്ല അമ്മാവ. പിന്നെ എങ്ങനാ? ഹരി, ഞാൻ കുറ്റപ്പെടുത്തുന്നത് നിന്നെയാ. പ്രിയയ്ക്ക് ഇവളുടെ അമ്മയും അച്ഛനെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇവള് നിന്നെയും കൂട്ടി പോവുകയും ചെയ്യും. പക്ഷേ ഇയാൾക്ക് പ്രഭാകരനെയും രേണുകയും കാണണമെന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് വരാറുമില്ല. അമ്മാവൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറുകയാണ്. അയ്യടാ, രവികുമാറിനും ജലജയ്ക്കും കൊടുക്കുന്ന അത്രയും പരിഗണന ഇയാള് ചെമ്പരിക്കാർക്ക് കൊടുക്കണ്ട. പരിഷ്കാരികളല്ലെങ്കിലും അവരും അച്ഛനമ്മമാരാ, അത് മറക്കരുത്. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാനിരുന്നത് അമ്മാവ. ഗോഡ് പ്രോമിസ്. നാളത്തെ കാര്യമല്ല,
ഇന്നലെ വരെ വരാതിരുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. മോളെ, മകൻ എപ്പോഴും അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാ പ്രഭാകരൻ. പക്ഷെ എപ്പോ കണ്ടാലും അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടേ സംസാരിക്കാറുള്ളൂ. ശബ്ദം ഉയർത്തിയെന്ന് വെച്ച് ദേഷ്യമാകൂടാ. ആ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹമാണെന്നീ. നീയും നിന്റെ ഭാര്യയല്ലാതെ സ്നേഹം പങ്കുവെക്കാൻ അവർക്ക് വേറെ ആരാ ഉള്ളത്? അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹമാണെങ്കിൽ ഈ യാത്ര എന്നൊക്കെ പറയുന്നത് വൺ വേ മാത്രമല്ല. അച്ഛനും അമ്മയ്ക്കും ഇങ്ങോട്ടും വരാം. ഡാ, പ്രഭാകരന്റെ വാശിയെപ്പറ്റി ഞാൻ ഇനി വിശേഷിച്ച് പറഞ്ഞു തരണം? വല്ലപ്പോഴും അവിടം വരെ ചെല്ലേണ്ടത് നിങ്ങളുടെ കടമയാ. അത് കഴിഞ്ഞിട്ട് മതി ഉദ്യോഗ തിരക്കൊക്കെ.